والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. സൂറത്തുൽ നിസായിലെ ഒരു ആയത്താണ്. ഈ പരിശുദ്ധമായ ദിവ്യവചനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇറക്കുന്നതിനൊരു കാരണമുണ്ട്. എന്താ കാരണം എന്നറിയോ? നബിയുടെ സേവകനായിരുന്ന മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്, ഈ ആയത്ത് ഇറങ്ങുന്നത്. ആരുടെ? സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ. സൗബാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. മുഖമെല്ലാം വല്ലാതെ വിവർണമായിരിക്കുന്നു, വല്ലാത്ത ക്ഷീണം, മെലിഞ്ഞ് വളരെ ശോഷിച്ച ഒരവസ്ഥയിലായിരിക്കുന്നു മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് സൗബാൻ റളിയല്ലാഹു അൻഹു കരയുക. റസൂലുള്ളാഹി ചോദിച്ചു, അല്ല സൗബാൻ, മാ വയ്യറ ലൗനക, നിനക്ക് എന്ത് പറ്റി സൗബാൻ? വലിയ നല്ല ശരീരമുണ്ടായിരുന്ന നീ, എന്താണ് സൗബാൻ നിനക്ക് സംഭവിച്ചത്? സൗബാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, മാ ബി മറദുൻ വലാ വജഅ, നബിയെ രോഗം കൊണ്ട് ക്ഷീണിച്ചതല്ല ഈ സൗബാൻ, രോഗം പിടിപെട്ടിട്ട് ക്ഷീണിച്ചതല്ല ഈ സൗബാൻ, വലാ വജഅ, മറ്റെന്തെങ്കിലും വേദന കാരണമായി നബിയെ ക്ഷീണിച്ചതല്ല ഈ സൗബാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ല സൗബാൻ, പിന്നെ എന്താ നിനക്ക് പറ്റിയത്? നബിയെ, അങ്ങയെ വേർപിരിഞ്ഞിരിക്കാൻ ഈ സൗബാന് കഴിയുന്നില്ല നബിയെ. എപ്പോഴും നബിയെ അങ്ങയോടൊപ്പം എനിക്കിരിക്കണം എന്നുള്ള ആഗ്രഹം, അങ്ങയെ വേർവിട്ട് കഴിയാൻ എനിക്ക് കഴിയുന്നില്ല നബിയെ, അങ്ങയിൽ നിന്ന് വേർപിരിയാൻ എനിക്ക് കഴിയുന്നില്ല നബിയെ. ഞാനിങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നാളെ ഞാനും മരണപ്പെടും നബിയെ, അങ്ങയും മരണപ്പെടും നബിയെ. അങ്ങ് നബിയാണ് യാ റസൂലല്ലാഹ്, അങ്ങ് നബിയാണ്, അങ്ങ് ഉന്നതമായ പദവിയുള്ള ആളാണ് നബിയെ. ഞാൻ എപ്പോഴും അങ്ങയുടെ അടുക്കൽ വന്നിരുന്ന്, അങ്ങയുടെ സവിധത്തിൽ വന്നിരുന്ന് അങ്ങയുടെ ഉപദേശങ്ങൾ കേൾക്കാറുള്ള ഈ സൗബാൻ ചിന്തിച്ചു പോയി, ഞാനോ അല്ലെങ്കിൽ ഹബീബായ നബിയെ അങ്ങും ഒക്കെ മരണപ്പെട്ട് നാളെ പരലോകത്തേക്ക് പോകുമ്പോൾ യാ റസൂലല്ലാഹ്, അങ്ങ് നബിമാരുടെ പദവിയിൽ, അത്യുന്നതമായ പദവിയിൽ അങ്ങയെ ഉയർത്തപ്പെടും നബിയെ. ഈ സൗബാൻ എവിടെയായിരിക്കും യാ റസൂലല്ലാഹ്? എന്റെ ചിന്ത അതാ. ഒരു ദിവസം പോലും നബിയെ അങ്ങയെ ഒന്ന് കാണാതിരിക്കാൻ ഈ സൗബാന് കഴിയില്ല. അങ്ങക്കറിയാം, എല്ലാ നേരവും ഞാൻ ഓടി വരും, എന്റെ ഓരോ വിഷയങ്ങൾ ഞാൻ പരിഹരിച്ചിട്ട് പെട്ടെന്ന് വരും നബിയെ അങ്ങയെ ഒന്ന് കാണാൻ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവിടെ നിന്ന് മരണപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ അങ്ങ് മരണപ്പെട്ടു, നാളെ ഞാൻ നബിയെ അങ്ങയെ എങ്ങനെ കാണും യാ റസൂലല്ലാഹ്? ഈ ഒരു ചിന്തയാണ് നബിയെ എനിക്ക് കുറച്ച് ദിവസം കൊണ്ട്, ആ ചിന്ത കൊണ്ട് ഞാൻ ഉണങ്ങിപ്പോയതാണ് യാ റസൂലല്ലാഹ്. കഠിനമായ പ്രയാസം, ഈ ഒരു വേദനയാണ്. എനിക്ക് ഇവിടെ ചങ്ങയെ കാണാൻ പറ്റും. നാളെ നബിയെ അങ്ങ് പ്രവാചകന്മാരോടൊപ്പം ഉന്നതമായ പദവിയിലാകും, ഞാൻ താഴ്ന്ന ഒരു അവസ്ഥയിലുമാകുമല്ലോ നബിയെ. എനിക്ക് പരലോകത്ത് വെച്ച് ഞാൻ എങ്ങനെ നബിയെ അങ്ങയെ കാണും? ഈ ഒരു വിഷമമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, യാ സൗബാൻ, അന്ത മഅമൻ അഹ്ബബ്ത, അന്ത മഅമൻ അഹ്ബബ്ത. സൗബാനെ, നീ ആരെയാണോ ഇഷ്ടം വെച്ചത്, നീ ആരെയാണോ സ്നേഹിച്ചത്, നീ ആരെയാണോ പ്രിയം വെച്ചത്, അവരോടൊപ്പം നീ സ്വർഗത്തിലായിരിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
നബിയെ അങ്ങയെ എങ്ങനെ കാണുമെന്ന ആവലാതി പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിങ്ങിപ്പൊട്ടുമ്പോഴുണ്ട് അതാ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഓതി കൽപ്പിക്കുകയാണ് വമയ്യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സന്ദേശം, ദിവ്യ സന്ദേശം ആ പ്രവാചകന്റെ മേൽ അവതരിപ്പിക്കുകയാണ്. ഓ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനെ ഓതി കൽപ്പിക്കുകയാണ്, ഓ നബിയേ ആര് അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നുവോ, അല്ലാഹുവിന്റെ റസൂലിന് ആര് വഴിപ്പെട്ട് ജീവിക്കുന്നുവോ അവരോട് പറഞ്ഞു കൊടുക്കു നബിയേ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ. അല്ലാഹു അനുഗ്രഹിച്ച നബിമാരോടൊപ്പം, അല്ലാഹു അനുഗ്രഹിച്ച നബിമാരോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം അവർക്ക് സ്വർഗത്തിൽ എത്താമെന്ന് പറഞ്ഞു കൊടുക്കു നബിയേ. ആയത്തപ്പോഴാണ് ഇറങ്ങിയത്. ആ ആയത്തിറങ്ങിയപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം സന്തോഷം കൊണ്ട് തുടിക്കുകയാണ്. റസൂലുള്ളാഹി എഴുന്നേറ്റു സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, അബ്ശിർ യാ സൗബാൻ, സന്തോഷിച്ചുകൊള്ളൂ സൗബാൻ, അബ്ശിർ യാ സൗബാൻ, സന്തോഷിച്ചുകൊള്ളൂ സൗബാൻ, അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടം വെച്ചത്, നീ ആരെയാണോ പ്രിയം വെച്ചത്, നീ അവരോടൊപ്പം നീയും സ്വർഗത്തിലുണ്ടാകും സൗബാൻ. സമാധാനായി സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ. അതുകൊണ്ട് കൊച്ചുവിളയിൽ ഒരുമിച്ച് കൂടിയ എന്റെ ഉപ്പമാരെ